നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 32. അപ്പോൾ ഈ മഹായുദ്ധം, രാമനും രാക്ഷസന്മാരുമായിട്ടുള്ള യുദ്ധം കണ്ടുകൊണ്ട് ശൂർപ്പണഖ നിൽക്കുകയായിരുന്നല്ലോ. അവൾ വല്ലാതെ പേടിച്ചുപോയി. അതിശക്തിമാനായ രാക്ഷസന്മാരെയും ദൂഷണനെയും ഖരനെയും ത്രിശിരസിനെയും ഒക്കെ രാമൻ നിഷ്പ്രയാസം വകവരുത്തിയത് കണ്ട് അവൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് രാവണൻ്റെ ശബ്ദത്തിലേക്ക് പോവുകയാണ്. അവിടെ 7 നില മാളികയിൽ ഇരുന്നരുളുന്ന രാവണനെ അവൾ കണ്ടു. അഗ്നി പോലെ പ്രകാശിക്കുന്നവനും എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവനും ഒക്കെയാണ് രാവണനെങ്കിലും അവൾക്ക് രാവണനെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന ഭയം തോന്നി. ഋഷിമാരെ എല്ലാവരെയും ജയിക്കുന്നവനും വളരെ ക്രൂരനായി വായു പിളർത്തിയ മൃത്യു പോലെ വർത്തിക്കുന്നവനുമായിട്ടുള്ള രാവണനെ അവൾ സിംഹാസനത്തിൽ കണ്ടു. ഇനി അടുത്ത ശ്ലോകങ്ങളിലെ പ്രതിപാദ്യം നോക്കാം. ശ്ലോകം 8, 9, 10, 11 4 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥം നോക്കാം. വിംശദ്ഭുജം ദശഗ്രീവം ദർശനീയ പരിച്ഛദം വിശാലവക്ഷസം വീരം രാജലക്ഷണലക്ഷിതം നദ്ധ വൈദൂര്യസങ്കാശം തപ്തകാഞ്ചനഭൂഷണം സുഭുജം ശുക്ലദശനം മഹാസ്യം പർവതോപമം വിഷ്ണു ചക്രനിപാതൈച്ഛ ശതശോ ദേവസംയുഗേ അന്യൈ ശസ്ത്രൈ പ്രഹാരൈച്ഛ മഹായുദ്ധേഷു താഡിതം ആഹതാംഗൈ സമസ്തൈസ്ത്യം ദേവപ്രഹരണൈസ്തദാ അക്ഷോഭ്യാണാം സമുദ്രാണാം ക്ഷോഭണം ക്ഷിപ്രകാരിണം. 8 തുടങ്ങി 11 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം. 20 കൈയുള്ളവനും 10 തലയുള്ളവനും വിശാലമായ നെഞ്ചുള്ളവനും ദർശനീയമായ വേഷഭൂഷകളോടുകൂടിയവനും രാജലക്ഷണങ്ങൾ തികഞ്ഞവനും ദേഹത്തിൽ അണിഞ്ഞ വൈഡൂര്യങ്ങളുടെ ശോഭയോടുകൂടിയവനും മാറ്റുകൂടിയ സ്വർണ്ണാഭരണങ്ങളോടുകൂടിയവനും സുന്ദരമായ ഭുജങ്ങളുള്ളവനും വെളുത്ത പല്ലുകളോടുകൂടിയവനും വലിയ മുഖങ്ങളുള്ളവനും പർവ്വതോപമമായ ആകാരമുള്ളവനും ദേവന്മാരോടുണ്ടായ 100 കണക്കിന് യുദ്ധങ്ങളിൽ വിഷ്ണുചക്രത്തിൻ്റെയും മറ്റസ്ത്രങ്ങളുടെയും ആഘാതം ഏറ്റിട്ടുള്ളവനും സമസ്ത ദേവന്മാരുടെയും ആയുധങ്ങൾ ഏറ്റിട്ടും പരിക്കുപറ്റാത്ത അംഗത്തോടു കൂടിയവനും അക്ഷോഭ്യങ്ങളായ സമുദ്രങ്ങളെ ശോഭിപ്പിക്കുന്നവനും ഉദ്ദേശിച്ചത് നേടാൻ ഒട്ടും വൈകിക്കാതെ പ്രവർത്തിക്കുന്നവനുമായ രാവണനെ ശൂർപ്പണഖ കണ്ടു. ശ്ലോകം 12. ക്ഷേത്രാരം പർവ്വതാഗ്രാണാം സുരാണം ച പ്രമർദനം ഇച്ഛേത്താരം ച ധർമാണാം പരദാരാഭിമർശനം. പർവ്വതാഗ്രങ്ങളെ പറിച്ചെറിയുന്നവനും ദേവന്മാരെ മർദ്ദിക്കുന്നവനും ധർമ്മങ്ങളുടെ കട പറിക്കുന്നവനും
പരതാരങ്ങളുടെ ചാരിത്രം നശിപ്പിക്കുന്നവനുമായ രാവണൻ. ശ്ലോകം 13. സർവദിവ്യാസ്ത്രയോക്താരം യജ്ഞവിഘ്നകരം സദാ പുരോം ഭോഗവതിം ഗത്വാ പരാജിത്യ ച വാസുകിം. എല്ലായ്പ്പോഴും യജ്ഞങ്ങൾക്ക് വിഘ്നം വരുത്തുന്നവനും ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നവനും ഭോഗവതീപുരിയിൽ, അതായത് നാഗലോകത്ത് പോയി വാസുകിയെ അടിപ്പെടുത്തിയവനും ആയ രാവണനെയാണ് കണ്ടത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു 32-ാം സർഗത്തിലെ 13 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്.